ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ജീവിതാനുഭവങ്ങൾ ഒരു കലാകാരനായി മാറ്റിയ കൊപ്രമ്പ് എരൂർ കൊപ്രമ്പ് സുരേഷ് ബാബുവിനെ. അദ്ദേഹം കണ്ണവനെ എഴുതുന്നുണ്ട്. ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു രണ്ടുപേരി കവിത കേൾക്കാം. സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. ഒറ്റയ്ക്കു പോരാടിയ പോരാളി ഞാൻ, നിങ്ങളെന്നെ കൂട്ടം കൂടി ഒറ്റിക്കൊടുത്തതെന്തേ? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? നിങ്ങളെന്നെ പിന്നിൽ നിന്ന് കുത്തിയില്ലേ? പിന്നിൽ നിന്ന് കുത്തിയില്ലേ? നിങ്ങൾ എന്തു നേടി? നിങ്ങൾ എന്ത് കിട്ടി? നിങ്ങളൊന്നോർക്കണേ, നിങ്ങളൊന്നു ചിന്തിക്കണേ. ഇനിയെങ്കിലും നിങ്ങളെന്നെ കൂട്ടം കൂടി കഴുമരം കേറ്റിയില്ലേ? നിങ്ങളെന്തു നേടി? നിങ്ങൾ എന്തു കിട്ടി? എന്നു നിങ്ങളൊന്നോർക്കണേ, നിങ്ങളൊന്നു ചിന്തിക്കണേ. ഇനിയെങ്കിലും ഒറ്റയ്ക്ക് പോരാടിയ പോരാളി ഞാൻ, കൺതുറന്നു നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ ചുറ്റിനും ശത്രുക്കൾ മാത്രം. എന്റെ മരണവും കാത്തിരിക്കുന്ന കൂട്ടരെ, നിങ്ങളൊന്നോർക്കണേ, നിങ്ങളൊന്നു ചിന്തിക്കണേ. ഇനിയെങ്കിലും ഉമ്മരപ്പടിയിൽ വന്നിരുന്നു കൊണ്ടോ നിങ്ങളുടെ കാതിലോ കെട്ടുകഥകളല്ലേ നിങ്ങളറിയേണ്ടത്? നേരെന്നറിയണേ, നേരുനേരായിരിക്കണേ. നേരെന്നറിയണേ, നേരുനേരായിരിക്കണേ. പിന്നിൽ നിന്ന് നിങ്ങളൊന്ന് മുന്നിലേക്ക് വരണമേ. മുന്നിലെ കാഴ്ചകൾ നല്ലവണ്ണമൊന്നു കണ്ടെന്നറിയണേ. നേരെന്നറിയണേ, നേരുനേരായിരിക്കണേ. ദൃഷ്ടിയാ പെഞ്ചതിയിൽ വീണുപോയതാണ്. എനിക്കു നിങ്ങൾ മാപ്പു നൽകണേ.
മാപ്പു 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 നൽകണേ. നിങ്ങളെന്നെ കൂട്ടം ഭ്രാന്തനെന്ന് വിളിച്ചില്ലേ, ആവാസനെന്ന് വിളിച്ചില്ലേ, അട്ട ഹസിച്ചു ചിരിച്ചില്ലേ. നിങ്ങളെന്നെ കൂട്ടം കൂടി അവഹേളിച്ചതെന്തേ, ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, നിങ്ങൾ എന്തു നേടി, നിങ്ങൾക്ക് എന്തു കിട്ടി എന്നു നിങ്ങളൊന്നോർക്കണേ, നിങ്ങളൊന്നു ചിന്തിക്കണേ. ഒറ്റയ്ക്കു പോരാടിയ പോരാളി ഞാൻ, നിങ്ങളില്ലാരേതുമായിരുന്നുവെങ്കിലോ നിങ്ങളും നിങ്ങളുടെ കുടുംബവും കൂട്ടമായി ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു. നിങ്ങളൊന്നോർക്കണേ, നിങ്ങളൊന്നു ചിന്തിക്കണേ. ഇനിയെങ്കിലും മറ്റൊരുവനു വേണ്ടി എടുത്തു ചാടാതിരിക്കണേ. എന്തെന്നറിയണേ, കാര്യമൊന്നറിയണേ, നേരെന്നറിയണേ, നേരുനേരായിരിക്കണേ. ഒറ്റയ്ക്കു പോരാടിയ പോരാളി ഞാൻ, നിങ്ങളില്ലാരോടും എനിക്കൊരു പിണക്കവുമില്ലേ, ഒരു പരിഭവവുമില്ലേ. നിങ്ങളോട് എന്നുള്ളിൽ അന്നും ഇന്നും ദയാണുള്ളതൊന്നു നിങ്ങളോ നോർക്കണേ, നിങ്ങളൊന്നു ചിന്തിക്കണേ. ഒറ്റയ്ക്കു പോരാടിയ പോരാളി ഞാൻ. സുരേഷ് ബാബു അല്ലേ? ഈ എഴുത്തും കവിതയും എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? അത് എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ അനുഭവം വെച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഞാൻ എഴുതി തുടങ്ങി. അല്ല, എന്ത് അനുഭവം ഉണ്ടെങ്കിലും എഴുത്ത് അങ്ങനെ എല്ലാവർക്കും വരാത്ത കാര്യമാണല്ലോ. പണ്ട് എഴുതാറുണ്ടോ, അല്ലെങ്കിൽ ഈ അടുത്താണോ തുടങ്ങിയത്? എഴുത്ത് എൻ്റെ അറിവ് വെച്ച കാലത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, 10-20 വർഷം മുമ്പ്. അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്കിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം വന്നപ്പോൾ എൻ്റെ അമ്മ, ഞാൻ ദേവി വിശ്വാസത്തിനാണ്, എൻ്റെ ദേവി എനിക്ക് ഓരോ കാര്യങ്ങൾ നല്ല 4 വരി എൻ്റെ നാവിൽ കൊടുത്തരാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അമ്മയാണ് എന്നെ കൊണ്ട് എഴുതിച്ചോണ്ടിരിക്കുന്നത്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. എങ്ങും പഠിക്കാനൊന്നും പോയിട്ടില്ല? എങ്ങും പഠിക്കാനൊന്നും പോയിട്ടില്ല. എൻ്റെ പഠനം ഞാൻ വിളിക്കുന്ന ദൈവങ്ങൾ, അത് അങ്ങനെ ഞാൻ ഒരു വരി പാടിയിട്ടുണ്ട്. ഞാൻ വിളിക്കണ ദൈവങ്ങളെ, വിളി കേൾക്കണ ദൈവങ്ങളെ, നിത്യം വിളിക്കണ ദൈവങ്ങളെ, നിലകൊള്ളണേ, കുടികൊള്ളണേ, എന്റെ കുലദൈവങ്ങളെ, സത്യം നിലകൊള്ളണേ. ഓം നമഃ ശിവായ, ഓം നമോ നമഃ ശിവായ, ഓം കാലേ കാലേ കാ
എന്റെ അമ്മ ദേവി, കാക്കണ എന്റെ അമ്മ ദേവി. അമ്മേ ശരണം, ദേവി ശരണം. ബാലസുബ്രഹ്മണ്യനെ പൊന്നാണ്ടവ തുണയായി വരണമേ. അപ്പോൾ ഒരു കലാകാരൻ ഇനി ഭാവി എന്താണ് നമ്മുടെ പ്ലാൻ? സുരേഷിന്റെ പ്ലാൻ എന്താണ്? ഭാവി എവിടെയെങ്കിലും ആരെങ്കിലും പാടാനാ എന്തെങ്കിലും പറയാ എഴുതണമെന്ന് പറഞ്ഞാൽ അവരെന്താ ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റാവുന്ന കഴിവിന് പറ്റിയ രീതിയിൽ ശ്രമിക്കുകയും അത് അവർക്ക് ഒരു സമയം പറഞ്ഞിട്ട് ഞാൻ അവരോട് അത് എഴുതി കൊടുക്കുകയും ചെയ്യും. അവരെന്താ ഉദ്ദേശിക്കണേ? അവരൊരു ബിൽഡിംഗ് കാണിച്ച് എഴുതാൻ പറഞ്ഞാൽ ബിൽഡിംഗ് കാണിച്ച് എഴുതും. അവരൊരു വാഹനത്തിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ വാഹനത്തിനെ കുറിച്ച് എഴുതും. അവർക്ക് എഴുത്തിന്റെ ലോകത്തേക്ക് ഇറങ്ങാൻ അങ്ങാട് തന്നെ എഴുത്തിന്റെ ലോകത്തേക്ക് പോകാൻ തന്നെയാണ് എന്റെ തീരുമാനം. അപ്പൊ എല്ലാ ആശംസകളും. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അതിൽ കാണിച്ചിരിക്കും അല്ലേ? എപ്പോഴും ഫോണിലുണ്ടാവും. എപ്പോഴും ഉണ്ടാവും ഫോണിൽ. താങ്ക് യു. താങ്ക് യു.